ഏവർക്കും നമസ്കാരം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ ആലത്തൂർ ഭാഗത്താണ് കേട്ടോ. പാലക്കാട് ജില്ല ആലത്തൂർ ഇരട്ടക്കുളം ഭാഗത്താണ്. ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു 200-250 മീറ്റർ ഉള്ളിലോട്ടായിട്ട് നിറയെ വീടുകൾ പണിത് കൊടുക്കുന്ന ഭാഗത്തായിട്ട്. ഇനിയിപ്പോൾ ഇതൊരു വീടേ ഉള്ളൂ, ബാക്കിയുള്ള വീടും അതുപോലെ അതിൻ്റെ അടുത്തുണ്ടായിരുന്ന സ്ഥലമൊക്കെ കച്ചവടമായി. അപ്പോൾ ഇതിൽ ഒരു 5.5 സെൻറ്റ് സ്ഥലം, 5.5 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റ് പുതുപുത്തൻ വീട്, 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഇഷ്ടിക കൊണ്ടാണ് വീടിൻ്റെ നിർമ്മാണം മുഴുവൻ, ചുമര് മുഴുവൻ കെട്ടി നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ്. സിമെൻറ്റ് ബ്ലോക്കല്ല, ഇഷ്ടിക. അതെന്താ കാര്യം പ്രത്യേകം പറയാമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പ്രത്യേകം ചോദിക്കും, ഇഷ്ടികയാണോ അതോ സിമെൻറ്റ് ബ്രിക്സ് ആണോ എന്നുള്ളത് പ്രത്യേകം ചോദിക്കും. അപ്പോൾ ഇത് ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ. നല്ല രീതിക്ക് നല്ല ഏരിയയിൽ മനോഹരമായിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ വീടുള്ളത്. മുൻവശം മുഴുവനും നെൽപ്പാടമാണ്. ഇത് നമ്മുടെ കോമ്പൗണ്ടാണ് കേട്ടോ. അടിയിൽ നിന്ന് തന്നെ കരിങ്കല്ല് കെട്ടിപ്പൊക്കി മതിൽ കെട്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കല്ല് ഒരു 3 അടി ഹൈറ്റിൽ കെട്ടി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കമ്പി വെച്ച് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കരിങ്കല്ല് കെട്ടി അങ്ങനെ പടുത്തുയർത്തിയിട്ടുള്ളതാണ്. പാടം നികത്തിയതല്ല, ജന്മം പറമ്പ് കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. ചിലർ ചോദിക്കും പാടം നികത്തിയിട്ട് പണിത വീടാണെന്നുള്ളത്. ഒരു വേസ്റ്റ് കുഴിയുണ്ട്, അതുപോലത്തെ 3 വേസ്റ്റ് കുഴിയുണ്ട്. ഇത് അടുക്കളയിൽ നിന്ന് വരുന്ന പാത്രം കഴുകുമ്പോൾ വരുന്ന വേസ്റ്റ് വെള്ളമൊക്കെ വരുന്ന നിറയുന്ന ഒരു കുഴി, അതുപോലെ കുളിക്കാനുള്ള ബാത്റൂമിൽ നിന്ന് വരുന്ന കുഴികൾ ഇതുപോലെ 2 ഉണ്ട്. അത് കൂടാതെ നമുക്ക് സാധാ ടോയ്ലറ്റ് കുഴി, അത് ആ ചേച്ചി ഇവിടെ പണി നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ആശാരിപ്പണി, അതുപോലെ ടൈലിൻ്റെ വർക്ക്, ഈ മതിലിൻ്റെ വർക്ക്, അങ്ങനെയുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു വീടേ ഉള്ളൂ, ബാക്കി ഇത് അപ്പുറേ കിടന്ന ആ വീടൊക്കെ കച്ചവടമായ വീടാണ്. ബാക്കിയുള്ള പണികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തരുന്നതായിരിക്കും. 5.5 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് കാർ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു തെങ്ങൊക്കെ വെക്കാൻ പറ്റും, അങ്ങനെയുള്ളൊരു സ്ഥല സൗകര്യമൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് വരുന്ന കുളിക്കുന്ന വെള്ളമൊക്കെ വന്ന് സ്റ്റോർ ആവാനുള്ളൊരു കുഴിയാണ് ഇവിടെ. അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് ഈ 5.5 സെൻറ്റും 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് ഇവിടെയാണ് നമുക്കൊരു ഗേറ്റ് വരിക. ആ ഓട്ടോറിക്ഷ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ആ ഗേറ്റ് വന്നിട്ട് ഇങ്ങനെ സ്ലൈഡിങ് ഗേറ്റ് ആയിരിക്കും. അത് അങ്ങനെ വന്നത് ഈ മണൽ കിടക്കുന്ന ഭാഗത്ത് ഇവിടെ വന്ന് പാർക്ക് ചെയ്യാനുള്ള, അത് വന്ന് പണി കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് നിറയെ സ്ഥലമുള്ളതായിട്ട് തോന്നാം. ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് സ്ഥലപരിമിതി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. പക്ഷേ നിറയെ സ്ഥലം, 5.5 സെൻറ്റ് സ്ഥലത്തോളം ഉള്ളതുകൊണ്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. മുൻവശമൊക്കെ നെൽപ്പാടമാണ്, നല്ല കൂളിംഗ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാറ്റും ഈ പാലക്കാടൻ ചൂടിനെയൊന്നും സത്യത്തിൽ ഇത് ഈ ഭാഗങ്ങൾ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. പണികളൊക്കെ തേക്കിൻ്റെ ഡോറുകൾ, അതുപോലെ കട്ടളകൾ, ജനലുകൾ ഒക്കെ നല്ല രീതിക്ക് ഈ ഒരു മേഖലയിൽ, ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ എത്രയോ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വീട് പണിയുന്നത്. പുള്ളി ഒരിക്കലും ഈ സിമെൻറ്റ് കട്ട കൊണ്ട് വീട് പണിത് ഒരാൾക്ക് കൊടുക്കില്ല. അവർക്ക് എല്ലാവർക്കും ഈ ഇഷ്ടിക കൊണ്ട് തന്നെയാണ് പുള്ളി പണിത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് താഴെ 2 ബെഡ്റൂം, മുകളിൽ 1 ബെഡ്റൂം, അതെല്ലാം അറ്റാച്ച്ഡ് സൗകര്യത്തോടു കൂടിയാണ്. കോമൺ ആയിട്ട് ഇതിനകത്ത് ബാത്റൂം സൗകര്യം വരുന്നില്ല കേട്ടോ. എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിച്ചത് 5.5 സെൻറ്റും 1600 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ചോദിച്ചിരിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. സ്ഥലത്തിന് അത്യാവശ്യം നല്ല വിലയുള്ളൊരു ഭാഗം തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മുടെ അസീസിയ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം. അതുപോലെ ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ. NH-ലേക്കാണെങ്കിൽ ഒരു 200-250 മീറ്റർ ദൂരം ബസ് സ്റ്റോപ്പിലേക്ക് കേട്ടോ. തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ എപ്പോഴും KSRTC ബസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളായിക്കോട്ടെ, ഇനിയിപ്പോൾ ട്രാവൽസ് ബസ്സുകൾ, അങ്ങനെയുള്ള എല്ലാ ബസ്സുകളും വന്ന് നിർത്തുന്ന ഒരു സ്റ്റോപ്പാണ് നമ്മുടെ ഇരട്ടക്കുളം സ്റ്റോപ്പ്. അപ്പോൾ ആ സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു 200-250 മീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത്. ഏത് അർദ്ധരാത്രിക്കാണെങ്കിലും KSRTCൻ്റെ അല്ലെങ്കിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എപ്പോഴും ബസ് സൗകര്യം ഉണ്ടാവും. അതുകൂടാതെയാണ് ഇപ്പോൾ നമ്മുടെ അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രി വരുന്നത്. ആശുപത്രി എല്ലാ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സൗകര്യമുള്ളൊരു ആശുപത്രി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് അടുക്കളയാണ് കേട്ടോ. അടുക്കളയുടെ ഇപ്പോൾ പണി പൂർത്തിയാവുന്നതേ ഉള്ളൂ. അതിന് മുന്നേ ആ പുള്ളി വിളിച്ച് ഞാൻ വന്ന് വീഡിയോ ഇട്ടതാണ് കേട്ടോ. അടുക്കളയുടെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് കാണാവുന്ന ദൃശ്യം മനോഹരമാണ്. എനിക്ക് ഈ അടുക്കളയുടെ ജനലൊക്കെ തുറന്നിട്ട് രാവിലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രസമായിരിക്കും. ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറാത്ത പ്രദേശമുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത വീടുകളിലൊക്കെ വന്ന് അന്വേഷിക്കാം. ഈ കഴിഞ്ഞ പ്രളയങ്ങളിലൊക്കെ ഈ 18-ലും 17-ലും അല്ലെങ്കിൽ നമ്മുടെ 24-ലൊക്കെ വെള്ളം കയറിയിട്ട് ഈ ഭാഗത്തൊന്നും വെള്ളം ഇതുവരെയും കയറിയിട്ടില്ല. അപ്പോൾ താഴെ നമുക്ക് ഇതൊരു ഹാൾ വിത്ത് ഡൈനിങ് ആണ്. നല്ല വീതിയുള്ളതാണ്. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ പണിക്കാരുടെയൊക്കെ സാധനങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് ചെറിയതുപോലെ തോന്നുന്നതാണ്. ഇതിൻ്റെ പണി പൂർത്തിയാകുമ്പോഴേ അതറിയുള്ളൂ. സ്റ്റെയർ ഉള്ളിലൂടെ തന്നെ ആയതുകൊണ്ട് നിലവിൽ 1 ബെഡ്റൂം മുകളിലുണ്ട്. ഇനി 1 ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യം കൂടെ ഇവിടെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവിധ പണികളും പൂർത്തിയാക്കിയിട്ടാണ് ഉടമസ്ഥൻ തരിക. ടൈല് പണി മുതൽ അതിനുള്ള താക്കോല് കയ്യിൽ തരും. എല്ലാവിധ പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഈ 55 ലക്ഷം രൂപ. 55 ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ ആണ്. അത് അദ്ദേഹവുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് വിലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം. ഇതാണ് മുകളിലുള്ള 3ാമത്തെ ബെഡ്റൂം. അതിന് അറ്റാച്ച്ഡ് സൗകര്യമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പാലക്കാട് ജില്ല ആലത്തൂരാണ് കേട്ടോ. ആലത്തൂർ ഇരട്ടക്കുളം ഭാഗത്തായിട്ടാണ് ഈ വീട് വരുന്നത്. ഇത് നമുക്ക് വീടിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ പുറകുവശം ഒരു കാലിപ്പറമ്പാണ്, വേറൊരാളുടെ കാലിപ്പറമ്പ്. ഇവിടെ നിന്ന് നമുക്ക് NH നാഷണൽ ഹൈവേയിൽ കൂടെ വണ്ടി പോകുന്നത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മരങ്ങൾക്കിടയിലൂടെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഹൈവേയുമായിട്ട് അധികം ഡിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇപ്പോൾ ടൗണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും കണ്ടോ, ഹൈവേയിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നത് കണ്ടോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ടൗണിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ കോളേജുകളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആരാധനാലയങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും. എന്നാൽ ടൗണിൻ്റെ ബഹളമയങ്ങളിൽ നിന്ന് ഒന്നിത്തിരി മാറി നല്ല പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ഭാഗത്ത് തന്നെയാണ് വീടുള്ളത്. ടൗണിൻ്റെ സൗകര്യമുണ്ട്, എന്നാൽ അങ്ങനെയുള്ള ബഹളമയങ്ങളിൽ നിന്ന് കുറച്ച് മാറി ആയിരിക്കുന്നത് കൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയായിട്ടാണ് വീട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇനി വേണമെങ്കിൽ നമുക്കൊരു ബെഡ്റൂം എടുക്കാം. ഈ മുകളിലേക്ക് കയറുമ്പോൾ ഞാൻ മുകളിലേക്ക് വീട് എടുക്കാൻ കയറുന്നില്ല, നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂം എടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ അദ്ദേഹം പണിതിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷീറ്റ് ഇറക്കിയിട്ട് ഈ മുകളിൽ തുണിയൊക്കെ വാഷ് ചെയ്താൽ ഉണങ്ങാനിടാൻ പാകത്തിന് ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല രസമാണ്. ഇവിടെ വൈകുന്നേര സമയത്തൊക്കെ ഒരു ചായയും കുടിച്ച് ഇവിടെ വന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഉടമസ്ഥൻ പറഞ്ഞ വില ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. 5.5 സെൻറ്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ്. വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. അതാണ് വഴി. നമുക്ക് എല്ലാ വണ്ടികൾക്കും വരാം. കാരണം ഈ വീട് പണിയാനുള്ള ടിപ്പർ പോലത്തെ വണ്ടികളൊക്കെ മെറ്റീരിയൽ കൊണ്ടുവന്നതൊക്കെ ഈ വഴിയിലൂടെയാണ്. അപ്പോൾ കാറുകൾക്കൊക്കെ സുഖമായിട്ട് കാണും. അവിടെ ടാറിങ് വഴിയാണ്. ആ ടാറിങ് വഴിയിൽ നിന്ന് ഈ ഒരു സൈഡിലൂടെ എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടിട്ടുള്ളൊരു പൊതുവായിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ അതിൽ നേരെ നമുക്ക് എല്ലാ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം.